കിഫ്ബി പദ്ധതിയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. റോജി എം ജോൺ ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് കിഫ്ബി പദ്ധതികൾ നിലയ്ക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സഭയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്ന് ധനമന്ത്രി പറഞ്ഞു. ിനകത്ത് 3% കടമെടുക്കാനുള്ള തീരുമാനം വന്നല്ലോ സാർ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കിഫ്ബിയും കൂടി ഇതിനകത്ത് പെടുത്തേണ്ട ഭാഗമായി ഇതുവരെ 2016 മുതൽ ഇങ്ങോട്ട് 91,617 കോടി രൂപ സാധാരണഗതിയിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന കടമെടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ 6 വർഷം കൊണ്ട് 91,617 കോടി രൂപ പോയി സാർ. 2022 സാമ്പത്തിക വർഷം ഈ ഗവൺമെൻറ് വന്നതിൻ്റെ അടുത്ത വർഷം 15,895 കോടി രൂപയാണ് സാർ നമ്മുടെ ബോറോയിങ്ങിൽ നിന്ന് വെട്ടിക്കുറച്ചത്. എത്ര വലിയ തുകയാണ് സാർ. 2016 മുതൽ 23 വരെ സംസ്ഥാനത്തിന് പലതരത്തിൽ ഇങ്ങനെ കിട്ടാനുള്ള കടത്തി കുറവൊന്നും ഏറ്റവും കൂടുതൽ ഈ സമയത്താണ് വന്നത്. അതുകൊണ്ടാണ് സാർ നമ്മൾ ഈ NHAയുടെ ഉദാഹരണം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി പോയത്. സുപ്രീം കോടതി ഏതായാലും പ്രതിപക്ഷം പറഞ്ഞ ആ ന്യായമല്ല അംഗീകരിച്ചത്. സുപ്രീം കോടതി പറഞ്ഞത് ഇതിനകത്ത് എന്തോ ഒരു ഗ്രൗണ്ടുണ്ട്, ഈ ആർട്ടിക്കിൾ 293 ലംഘനമാണ്, NHA പദ്ധതി പോലെയൊക്കെയുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് എടുക്കാവുന്നതിൻ്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു. നമുക്ക് ഈ വെട്ടിക്കുറച്ച ശരിയല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണല്ലോ ഇപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ട് കേരളത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പരിശോധിക്കാൻ പോകുമ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ട് ആർഗ്യൂ ചെയ്ത് അതിനു മുമ്പ് തന്നെ അത് തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഈ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നടന്ന നേട്ടങ്ങളുടെ ഭാഗമായിട്ട് അങ്ങയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ മണ്ഡലങ്ങളിലും വന്നതിൻ്റെ കണക്കെന്തെങ്കിലുണ്ട്. അതൊരു ഔചിത്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഓരോ മണ്ഡലങ്ങളിലുമുള്ള കണക്കുകൾ ഞാൻ എടുത്തു പറയാത്തത്. സാർ കിഫ്ബി മോഡലിൻ്റെ ഈ കാര്യത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എടുത്ത ഈ സമീപനം വളരെ തെറ്റാണ്. അതിനകത്ത് ഓരോ കാര്യങ്ങളും ഞാൻ എടുത്തോളൂ. അങ്ങോട്ട് പറഞ്ഞല്ലോ ഇവിടെ കിഫ്ബിക്ക് ഇപ്പം ഡ്രിപ്പ് നൽകേണ്ട കാര്യമൊന്നുമില്ല. ആ പദ്ധതികൾ എവിടെയാണ്? ഈ 35,000 കോടി രൂപയാണ് ഞാൻ പറയുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ 35,000 കോടി രൂപയിലെങ്കിലും ഇപ്പം തന്നെ വർക്ക് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതല്ല അതുപോലെ വരത്തില്ല. പല സ്ഥലത്തും എന്തുകൊണ്ടാണ് ലാൻഡ് എടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അവിടെ അനുമതി കിട്ടാത്തത്? ഇവിടെ ഇരിക്കുന്ന MLA-മാർക്ക് അറിഞ്ഞൂടെ? ഞാനും ഒരു MLA എന്ന നിലയിൽ നമ്മുടെ മണ്ഡലങ്ങളിൽ തന്നെ ഇതിന് പല സാങ്കേതിക അനുമതി കിട്ടാനായിട്ട് പലപ്പോഴും നടക്കാറുണ്ട്. അതെല്ലാം കിട്ടാറുണ്ടോ? ആ സാങ്കേതിക അനുമതിയെല്ലാം ശരിയാക്കി ഈ കാര്യങ്ങൾ വരും. ഇതിനകത്ത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടക്കുന്ന അടിസ്ഥാന സൗകര്യ കാര്യങ്ങളിൽ റോഡുകളും ഏറ്റവും കൂടുതൽ റോഡുകളാണ്. അങ്ങ് ഇവിടെ പറഞ്ഞു പ്ലാനിൻ്റെ ഭാഗത്തു നിന്ന് ഇതെടുക്കുന്നതെന്ന്. പക്ഷേ പ്ലാനിനകത്തുണ്ടായിരുന്നപ്പോൾ സാധാരണ ഇത്രയും നിർമ്മാണം ഉണ്ടോ? കഴിഞ്ഞ 25 വർഷക്കാലത്തെ കണക്കുകൾ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുകയാണ്. അർജുൻ, കിഫ്ബിയെ പ്രതി എന്തൊക്കെ ആരോപണങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ഉയർത്തിയത്? അതിനൊക്കെ ധനമന്ത്രി എന്തു മറുപടിയാണ് സഭയിൽ പറഞ്ഞത്? ലക്ഷ്മി, കിഫ്ബിയുടെ പ്രവർത്തനം താളം തെറ്റി. സംസ്ഥാനത്ത് സാമ്പത്തികമായി കിഫ്ബിയുടെ പ്രവർത്തനം വിജയിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി നോട്ടീസ് നൽകിയത്. അതിനുശേഷം സംസാരിച്ച ധനമന്ത്രി, ഈ നോട്ടീസിന് മറുപടി നൽകിയ ധനമന്ത്രി, ഈ പ്രതിപക്ഷ MLA-മാർ പോലും ഇപ്പോൾ കിഫ്ബിയെ ആശ്രയിക്കുകയാണ്. സംസ്ഥാനത്ത് കിഫ്ബി വഴിയുള്ള 50,000 കോടി പദ്ധതി ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷം 1 ലക്ഷം ഈ പിണറായി സർക്കാർ 1 ലക്ഷം കോടിയുടെ പദ്ധതി കിഫ്ബി വഴി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമായിരുന്നോ എന്ന് പ്രതിപക്ഷം ചിന്തിക്കണമെന്നും ധനമന്ത്രി മറുപടി നൽകി. ഈ വിഷയം ഇപ്പോൾ സഭ ചർച്ച ചെയ്യേണ്ടതില്ലെന്നായിരുന്നു ധനമന്ത്രിയുടെ ആവശ്യം. അതിനെ തുടർന്ന് സംസാരിച്ച ഈ അടിയന്തര പ്രമേയം ഉന്നയിച്ച റോജി എം ജോൺ സംസ്ഥാനത്തെ മോശം സാമ്പത്തിക മോഡലാണ് കിഫ്ബി എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. സംസ്ഥാനത്തെ മുൻപ് പ്ലാനിങ്ങിൽ എങ്ങനെയാണോ തുക ചെലവഴിച്ചത് അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കിഫ്ബിയിൽ നിന്നും പണം ഈടാക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നും തന്നെയാണ് ഈ തുക ഈടാക്കുന്നത്. അല്ലാതെ ശൂന്യതയിൽ നിന്നല്ല ഈ രീതിയിൽ കിഫ്ബി പണം ഈടാക്കുന്നതെന്നാണ്, കിഫ്ബിയിൽ പണം ചെലവഴിക്കുന്നതെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. മോശം സാമ്പത്തിക മോഡലായിട്ടാണ് പ്രതിപക്ഷം കിഫ്ബിയെ കണ്ടത്. പണ്ട് പ്രതിപക്ഷം എന്താണ് ഉന്നയിച്ചത് അത് പൂർണ്ണമായും
ശരിയാണെന്ന് തെളിഞ്ഞെന്ന് റോജി എം ജോൺ കുറ്റപ്പെടുത്തി. കിഫ്ബി വഴിയെടുത്ത പണം എല്ലാം ജനങ്ങളുടെ ബാധ്യതയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കിഫ്ബി പദ്ധതികൾ പോകുന്നത് ഒച്ചയിടിയുന്ന വേഗത്തിലാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. പ്രഖ്യാപിച്ച പദ്ധതികളിൽ 20% മാത്രമാണ് ഇതിനോടകം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ വരുന്നൊരു പുതിയ വാർത്ത കെ ഫോണിനും കെ റെയിൽ പദ്ധതിക്കും പുറമെ ഇപ്പോൾ കെ ടോളും പിരിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ എന്ന പരിഹാസവും റോജി എം ജോണിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇത്ര കോടി രൂപ ചെലവഴിച്ചെന്ന് അവകാശപ്പെടുന്ന സർക്കാർ പക്ഷേ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനായി വെറും 81 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ചെലവഴിച്ചതെന്ന വിമർശനവും പ്രതിപക്ഷം ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ അതിനുശേഷം വീണ്ടും ധനമന്ത്രി ഈ വിഷയത്തിൽ മറുപടി നൽകി. അത് ഈ അങ്കമാലി MLA ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ടാണ്, അങ്കമാലി മണ്ഡലത്തിൽ ഉൾപ്പെടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ധനമന്ത്രിയുടെ പിന്നീടുള്ള മറുപടി. കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ തുടരാൻ കഴിയില്ലെന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. അതിനുശേഷം സ്പീക്കർ ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഈ അല്പസമയത്തിലേക്ക് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങും. അതിനു മുൻപ് പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംസാരിക്കുകയാണ്. അർജുൻ രാജാണ് നിയമസഭയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.